നിങ്ങളൊരു മാന്യത കൊണ്ടും സന്തോഷം കൊണ്ടും നിങ്ങൾ ടിനിയെ പബ്ലിക്കായിട്ട് സപ്പോർട്ട് ചെയ്ത ആളാണ്. നിങ്ങള് പറഞ്ഞിട്ടില്ലേ? ഇല്ല. അപ്പൊ ഇത് നീനാക്കുറിപ്പ് ഇറക്കിയതാ. ഒരു കാരണവശാലും ഞാൻ ടിനി ടോമിനെ എതിരായിട്ടോ സപ്പോർട്ട് ചെയ്തിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. ടിനി ടോം എന്റെ വിഷയമേ അല്ല. അപ്പൊ എനിക്ക് കണ്ടല്ലോ. അല്ല, അപ്പോ ഞാൻ പറയാം, ഞാനിത് ഒരു വശത്തുനിന്നാണ് തീർത്തത്. ഞാനൊരു വശത്തുനിന്ന് ഷമീഖിനെ വിളിച്ചു. ലക്ഷ്മി പ്രിയ ഇന്നലെ എന്നെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞ പെണ്ണിന്റെ കൂട്ടത്തിൽ ദുബായി പോയ കഥയും മറ്റേതും മറിച്ചതായിട്ട് ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കാൻ പോയെന്നും പറഞ്ഞ് ലക്ഷ്മി പ്രിയ നിൽക്കുന്നു. അൻസിബ സംസാരിക്കണം. ഞാൻ ഇതെല്ലാം ഒരു സൈഡിൽ കൂടെ നീക്കി പിടിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം വെച്ച് എന്റെ ഒരു അനുഭവം വെച്ചിട്ട് നിങ്ങളുടെ നിരപരാധിത്വം എന്ന് പറയുന്നത് നമ്മുടെ കമ്മിറ്റിയിലിരുന്ന് ഞങ്ങൾക്കൊരു കണക്കിലൊരു തെറ്റും കിട്ടാതിരുന്നിട്ട് അതിലൊരു തെറ്റുമില്ല എന്ന് ഞങ്ങൾ പറയുന്നിടത്താണ് നിങ്ങൾ പൂർണ്ണമായും നിരപരാധികളാകുന്നത്. നിങ്ങൾ തിരിച്ചു കയറി അന്വേഷിക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല ഇവിടുത്തെ ആളുകൾ. ഇനി നിങ്ങൾ പറഞ്ഞ അഡ്വോക്ക് കമ്മിറ്റിക്ക് ഈ പറഞ്ഞ കഴിഞ്ഞ കമ്മിറ്റി ഈ കമ്മിറ്റിക്ക് എന്താ രണ്ട് നിയമം എന്നുള്ള ചോദ്യം വാലിഡാണ്. നിങ്ങളൊരു കോർട്ട് വഴി പോയാൽ അത് വാലിഡാണ്. 100% വാലിഡാണ്. എനിക്കൊരു സംശയമില്ല. പക്ഷെ നിങ്ങൾ കോർട്ട് വഴി പോയില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. പിഷു, ഇതെന്താ അറിയോ, ഈ നമ്മളൊരു കാര്യം പറയട്ടെ പിഷു, ഈ നമ്മള് എനിക്ക് റോണിയുടെ കാര്യം അല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഈ അമ്മ അസോസിയേഷൻ എന്ന് പറഞ്ഞാല് കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ വികാരം. മനസ്സിലായോ? എനിക്കിതൊരു വികാരമാണ്. ഐ എം വെരി പ്രൗഡ് ബിക്കോസ് സിൻറ്റ പോലെ ഒരു അസോസിയേഷന്റെ ഭാഗമാണ് ഞാൻ. എനിക്കറിയാം അവരൊരു കുന്തും ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസമായിട്ട് ഇത്. പക്ഷെ ഓരോ ദിവസം ഈ പെൺകുട്ടി അമ്മ അസോസിയേഷന്റെ ഒരു മെമ്പറായ എന്നെ അപ്പൊ ഞാൻ അമ്മ പുറത്തായി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം, അപ്പൊ ശ്വേതയ്ക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു ഫ്രീഡം തന്നാൽ ഞാൻ ഇപ്പൊ ഇറങ്ങാം ഒരു രംഗത്ത്. പക്ഷെ ഞാൻ എന്തുകൊണ്ടാ മിണ്ടായിരിക്കുന്നത്? ഈ എല്ലാ ദിവസം ഇന്നെ ഇതേ അല്ല, അത് പിഷു ഞാൻ ഇപ്പോഴും പറഞ്ഞത്, ഞാൻ ഇപ്പൊ ലാലേട്ടൻ റിസൈൻ ചെയ്തു എന്ന് എഴുതി തന്നിട്ടുണ്ട്. മനസ്സിലായോ? when he left as a from presidentship എന്ന്. അപ്പൊ ഞാൻ ഇതുവരെയ്ക്കും തന്നിട്ടില്ല. എവിടെ തന്നു? ആർക്ക് കൊടുത്തു? ഞാൻ ഇതുവരെയ്ക്കും അല്ലാതെ എന്റെ കമ്മിറ്റിന്റെ ഒരു മെമ്പറും, എന്റെ കമ്മിറ്റി മെമ്പർ ആണെങ്കിലും ആരാണെങ്കിലും അപ്പൊ ആരും സൈൻ ചെയ്തിട്ടില്ല. ഒരാളും സൈൻ ചെയ്തിട്ടില്ല. ഈ സൈൻ ചെയ്യുന്ന ആൾക്കാർ ഞാൻ ഇപ്പോഴും പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഒരു കാരണവശാലും എനിക്ക് വിശ്വാസമില്ലാത്തതിന്റെ ഒരു ഇത് ദാറ്റ് ഇത് നമ്മൾ സൈൻ ചെയ്ത് എല്ലാം തന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ പറയും നിങ്ങളല്ലേ തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്മിറ്റിയല്ലേ തെറ്റ് ചെയ്ത്. അതിന് ഞാൻ ഒരു കാരണവശാലും ഐ വിൽ നോട്ട് ടേക്ക് ദാറ്റ് റിസ്ക്.